ഒലിവർ ട്വിസ്റ്റിനെ ആ നാട്ടിലെ അഗതി മന്ദിരങ്ങളുടെ അധികാരിയായ ശ്രീമതി മാനിൻ്റെ അടുത്തേക്ക് ചട്ടം പഠിപ്പിക്കാനായി അയച്ചു. അഗതി മന്ദിരത്തിലെ കമ്മിറ്റിയുടെ വിചാരം അവർ അവനെ ഒരു അമ്മയുടെ സ്ഥാനത്തു നിന്നും പരിചരിക്കും എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് തിരിച്ചാണ്. അവർക്ക് എല്ലാ മാസവും കുട്ടികൾക്ക് ഉടുപ്പും ഭക്ഷണവും വാങ്ങാനായി ഒരു തുക അനുവദിച്ചിരുന്നു. അതിൽ നിന്ന് ഒരു നല്ല പങ്ക് അവർ സ്വന്തമാക്കിയിരുന്നു. കുട്ടികൾ മിക്കവരും നിത്യ പട്ടിണിയിലായിരുന്നു. മിക്കവരും തണുത്തു മരിക്കുമായിരുന്നു. ഒലിവർ ഒരുതരം തീയിൽ കുരുത്ത ഇനമായിരുന്നു. അവൻ വളരെ ചെറുതും വിളർത്തതും മെലിഞ്ഞതുമായിരുന്നു. 9ാം പിറന്നാൾ ആഘോഷിച്ച ദിവസം അവനെ കാണാൻ മിസ്റ്റർ ബംബിൾ വന്നു. അവനിപ്പോൾ ജോലി ചെയ്യാൻ പാകത്തിന് വലുതായി. അവനെ തിരികെ അഗതി മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി മുതൽ അവൻ കയറിൻ കഷ്ണങ്ങൾ പെറുക്കാൻ കൂടണം. അവൻ മിസ്സിസ് മാനിൻ്റെ അടുത്തുണ്ടായിരുന്നതിനേക്കാൾ കഷ്ടപ്പാടിലായിരുന്നു ഇവിടെ. സത്യം അവനെ അവിടെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്നു. അതിനിടയിലും ധാരാളം കൂട്ടുകാരെ അവൻ കണ്ടെത്തി. ഇപ്പോൾ അവൻ പല പ്രായത്തിലും ഉള്ള ഒരു കൂട്ടം ആൺകുട്ടികളുടെ ഇടയ്ക്കാണ്. വലിയ കുട്ടികൾ ചെറിയവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ആ കുട്ടികൾക്ക് കഞ്ഞി അല്ലെങ്കിൽ ഒരു കോപ്പ വെള്ളം പോലുള്ള ഓട്സ് കുറുക്ക്, ഇടയ്ക്കൊരാശ്വാസമായി ആഴ്ചയിൽ 2 തവണ ഓരോ ഉള്ളി, ഞായറാഴ്ചകളിൽ ഒരു പകുതി ബ്രെഡ് റോൾ ഇവയൊക്കെയാണ് കഴിക്കാൻ കിട്ടാറുള്ളത്. പാത്രങ്ങൾ കഴുകേണ്ട ആവശ്യം വരാറില്ല. കാരണം പാത്രത്തിൽ പറ്റിയിരിക്കുന്ന ഒരു തരി കഞ്ഞി പോലും അവർ സ്പൂൺ കൊണ്ട് വടിച്ചെടുക്കും. പിന്നെ കൈവരെ വടിച്ചു നക്കുമായിരുന്നു. അതിനുശേഷം അവർ വിശന്ന കണ്ണുകൾ കൊണ്ട് ആ വലിയ പാത്രത്തിലേക്ക് കിട്ടിയാൽ ഒറ്റയടിക്ക് വിഴുങ്ങിക്കളയും എന്ന മട്ടിൽ ആർത്തിയോടെ നോക്കുമായിരുന്നു. അവർക്കൊരിക്കലും വയർ നിറയാറില്ല. ഒരു ദിവസം മുതിർന്ന കുട്ടികളിലെ ഒരു കാടൻ ചെക്കൻ അവന് കൂടുതൽ കഞ്ഞി കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചു പയ്യനെ പിടിച്ചു തിന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ സംഭവം കൊച്ചുകുട്ടികളെ വല്ലാതെ ഭയപ്പെടുത്തി. ആരെങ്കിലും ഒരാൾ യജമാനൻ്റെ അടുത്ത് ചെന്ന് കൂടുതൽ കഞ്ഞി വേണമെന്ന് ആവശ്യപ്പെടാമെന്ന് തീരുമാനിച്ചു. നറുക്ക് വീണത് പാവം ഒലിവറിനാണ്. പിറ്റേന്ന് കുട്ടികളുടെ കഞ്ഞികൂടി കഴിഞ്ഞപ്പോൾ മുറുമുറുപ്പുയർന്നു. അവർ ഒലിവറിനെ തള്ളി മുന്നോട്ടിട്ടു. അവൻ വലിച്ചു വെച്ച കാലടികളുമായി പാചകക്കാരൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ അവൻ്റെ പാത്രവും സ്പൂണും പിടിച്ചുകൊണ്ട് വിറച്ച് വിളറിയ മുഖവുമായി നിന്നു. പാചകക്കാരൻ അവനെ ഒന്ന് നോക്കി. "സർ, എനിക്കിത്തിരിയും കൂടി കഞ്ഞി വേണം," ഉറപ്പില്ലാത്ത ശബ്ദത്തിൽ അവൻ ചോദിച്ചു. "എന്ത്?" പാചകക്കാരൻ കൂവി വിളിച്ചു. "എന്താ നീ പറഞ്ഞത്?" "സർ, എനിക്കിത്തിരി കൂടി തിന്നാൻ താ," ഒലിവർ മറുപടി പറഞ്ഞു. "ഇനിയും ഇനിയും?" അവനെന്തോ അമ്പിളിയമ്മാവനെ പിടിച്ചു തരാനാണ് ചോദിച്ചത് എന്ന മട്ടിൽ പാചകക്കാരൻ അലറി. "മിസ്റ്റർ ബംബിൾ, ഒന്നിങ്ങോട്ട് വന്നേ. ദാ ഒലിവറിന് ഇനിയും വേണമെന്ന്." പാചകക്കാരൻ അവൻ്റെ പിന്നിയ ഷർട്ടിൻ്റെ കൊളർ കൂട്ടിപ്പിടിച്ചിട്ട് ചെവി പിടിച്ച് തിരിച്ചു. അവൻ്റെ തലയ്ക്കിട്ട് തവി വെച്ച് ഒരു കൊട്ടും കൊടുത്തു. ബംബിൾ ശിക്ഷ വിധിച്ചു. ഒലിവറിനെ ഒരു ഇരുണ്ട് തണുത്ത മുറിയിൽ ഒറ്റയ്ക്ക് പൂട്ടിയിട്ടു. എന്നിട്ട് അഗതി മന്ദിരത്തിൻ്റെ ചുവരിൽ 5 പൗണ്ട് കൊടുത്താൽ ഏത് കച്ചവടക്കാരനും ഒലിവറിനെ തൊഴിലഭ്യാസിയായി കൊണ്ടുപോകാമെന്നൊരു നോട്ടീസും പതിച്ചു വെച്ചു. അങ്ങനെ ഒലിവർ ഒരു ശ്മശാന ഭാരവാഹിയുടെ കീഴിൽ തൊഴിൽ പരിശീലകനായി ചേർന്നു. അയാളുടെ പേര് സോവർബെറി എന്നായിരുന്നു. അവൻ്റെ ആദ്യ ദിവസത്തെ അത്താഴം പട്ടി കഴിക്കാൻ കൂട്ടാക്കാതിരുന്ന തണുത്ത ഇറച്ചി കഷ്ണങ്ങളായിരുന്നു. അവൻ അതിൻ്റെ മേലേക്ക് ആർത്തിയോടെ ചാടി വീണു. ശവപ്പെട്ടികൾ സൂക്ഷിച്ചിരുന്ന ഒരു മേശയുടെ അടിയിലായിരുന്നു അവൻ്റെ കിടക്കം. ഒലിവർ ആ ഇരുണ്ട നീണ്ട രൂപങ്ങളെ പേടിയോടെ നോക്കി. അതിൽ നിന്ന് പെട്ടെന്നൊരു ഭയാനക രൂപം ഉയർന്നു പൊങ്ങി ശ്വാസം മുട്ടിക്കുമെന്ന് അവന് തോന്നി. സോവർബെറിയുടെ സഹായി ഒരു തടിച്ചു കുറുകി കലിപിടിച്ച നോട്ടവുമുള്ള നൗവ ക്ലേപ്പോൾ എന്ന ദരിദ്രനായിരുന്നു. അവൻ സ്വയം ഒലിവറിനേക്കാൾ വലിയവനായി കരുതി. ഒരു അനാഥനേക്കാൾ ഒരു പടി മേലെയായിരുന്നു ദരിദ്രൻ. കാരണം അവന് അച്ഛനും അമ്മയുമുണ്ടല്ലോ. തരം കിട്ടുമ്പോഴെല്ലാം ഒലിവറിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒന്നുകിൽ തലമുടി പിടിച്ചു വലിക്കുക, പിച്ചുക, അല്ലെങ്കിൽ ആരുമില്ലാത്തവൻ എന്ന് വിളിക്കുക. ഇതൊക്കെ പതിവായിരുന്നു. ഷാർലറ്റ് എന്നു പേരുള്ള അടുക്കളപ്പണിക്കാരി നൗവയുമായി പ്രേമത്തിലായിരുന്നു. അവൾ അയാൾക്കായി നല്ല ഭക്ഷണമെല്ലാം മാറ്റിവെക്കുമായിരുന്നു. ഒലിവറിനാകട്ടെ വളിച്ചതും പുളിച്ചതും കരിഞ്ഞതുമൊക്കെ കിട്ടുമായിരുന്നുള്ളൂ. ഒലിവർ ഈ ഇടപെടലുകളെല്ലാം നിർവികാര മുഖത്തോടെ നേരിടും. അവൻ ജനിച്ചിട്ട് ഇന്നുവരെ ജീവിതത്തിൽ ദുരിതം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അവൻ്റെ അഴകും വിഷാദവുമുള്ളതുമായ മുഖഭാവം കാരണം സോവർബെറി അവനെ മരണാനന്തര ചടങ്ങിൽ, പ്രത്യേകിച്ചും കുട്ടികളുടെ ചടങ്ങുകളിൽ ആവശ്യമുള്ള ഒരു മൗനിയായി നിയമിച്ചു. കറുത്ത വലിയ കോട്ടും ഉയർന്ന കറുത്ത തൊപ്പിയും അതിൽ നീണ്ടുകിടക്കുന്ന ഒരു കറുത്ത നാടയുമൊക്കെയായിട്ട് ദുഃഖഭരിതമായ മുഖഭാവമായി ഒലിവർ ശവഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. സത്യത്തിൽ ഒലിവർ മൗനിയായി നിന്നാൽ അവനെ കാണുന്തോറും അമ്മമാർക്ക് കരച്ചിലടക്കാൻ കഴിയാറില്ല. സോവർബെറിയുടെ ഇഷ്ടക്കാരനായി ഒലിവർ മാറിയതോടെ
നവ്വയ്ക്ക് അവനോട് അസൂയയായി. അതോടെ ഉപദ്രവം കൂടി. ഒരു ദിവസം അയാൾ പറഞ്ഞു, ആരുമില്ലാത്തവനെ, നിന്റെ അമ്മയെവിടെടാ? അവർ മരിച്ചു. വിവരണമായ മുഖത്തോടെ ഒലിവർ പറഞ്ഞു. ഒരു വിചിത്രമായ ഭാവം അവൻ്റെ മുഖത്ത് ഉറപ്പിച്ചു വച്ചിരുന്നു. നവ്വ വിചാരിച്ചു ഒലിവർ കരയാൻ പോവുകയാണെന്ന്. അതോടെ അവന് വലിയ സന്തോഷമായി. അവരെങ്ങനെയാ ആരില്ലാത്തവനെ ചത്തത്? ഹൃദയം പൊട്ടി. അങ്ങനെയാണ് എന്നോട് എൻ്റെ നേഴ്സ് പറഞ്ഞത്. എനിക്കറിയാം എങ്ങനെയാവും മരിച്ചിട്ടുണ്ടാവുക എന്ന്. ഓ, അതിനിപ്പോൾ നീ എന്തിനാ കരയുന്നത്? അവൻ്റെ കവിളിലൂടെ കണ്ണീർ ഉരുണ്ട് താഴേക്ക് വീണപ്പോൾ നവ്വ ചോദിച്ചു. നിനക്കറിയില്ലല്ലേ? ഒലിവർ ദേഷ്യത്തോടെ ചോദിച്ചു. ഇനി നീ എൻ്റെ അമ്മയെപ്പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ. പറഞ്ഞാൽ നവ്വ പുച്ഛത്തോടെ പറഞ്ഞു. അവളൊരു ചീത്തയായതുകൊണ്ടാണ് അവൾ ചത്ത് എന്ന് ഞാൻ വാതുവയ്ക്കും. ഒരു കണക്കിന് ചത്തത് നന്നായി. ഇല്ലെങ്കിൽ അവളിപ്പോൾ ഒന്നുകിൽ ജയിലിലായേനെ, അല്ലെങ്കിൽ കഴിവിലേറ്റിയേനെ. ദേഷ്യത്താൽ ചുവന്നു തൊടുത്ത് ഒലിവർ ചാടി എഴുന്നേറ്റ് നവ്വയെ ഇടിച്ച് താഴെയിട്ടു. ആശാനെ, ഷാർലറ്റെ, ചേച്ചിയെ, നോഹ അലറി വിളിച്ചു. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഈ ഒലിവർ എന്നെ കൊല്ലുന്നേ. ഒലിവർ നവ്വയുടെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദേഷ്യം കൊണ്ടവൻ വളർന്നു പൊങ്ങിയിരുന്നു. അവൻ്റെ എതിരാളിയുടെ മേൽ കിതച്ചു തുള്ളിക്കൊണ്ട് അവൻ നിന്നു. ഷാർലറ്റും സോവർബെറിയുടെ ഭാര്യയും നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. ഷാർലറ്റ് ഒലിവറിനെ ഇടിക്കാൻ തുടങ്ങി. സോവർബെറിയുടെ ഭാര്യയും അടിക്കാൻ തുടങ്ങിയപ്പോൾ നവ്വ ഇടയിലൂടെ രക്ഷപ്പെട്ട് അവനെ പുറകിൽ നിന്ന് തൊഴിച്ചു. ഒപ്പം തന്നെ അവനെ നിലവറയിലേക്ക് വലിച്ചിട്ട് വാതിൽ കൊട്ടിയടച്ചു. ഒലിവർ ആകെ തളർന്ന് വാതിലിനിട്ട് കൊട്ടിക്കൊണ്ടിരുന്നു. നവ്വ ഓടിച്ചെന്ന് അഗതി മന്ദിരത്തിലെ ബമ്പിളിനെ വിവരം അറിയിച്ചു. ആ പൊങ്ങച്ചക്കാരൻ വന്നിട്ട് ഒലിവറിനോട്, നീ ചെയ്തതിൽ നിനക്ക് കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അവനത് വേണം. അവനെൻ്റെ അമ്മയെ അപമാനിച്ചു, ഒലിവർ ഒച്ചവെച്ചു. സോവർബെറി എത്തിയപ്പോൾ അവരുടെ ഭാര്യയും നവ്വയും ഷാർലറ്റും ഊതിപ്പെരുപ്പിച്ച് പറഞ്ഞ കഥ മുഴുവൻ കേട്ടു. നിലവറ തുറന്ന് ഒലിവറിൻ്റെ ചെവി പിടിച്ച് പപ്പടമാക്കി. ഇപ്പോൾ നീ വലിയാളായി അല്ലേ? അയാൾ ചോദിച്ചു. അവനെൻ്റെ അമ്മയ്ക്ക് വിളിച്ചു, ഒലിവർ പറഞ്ഞു. അവനെങ്ങനെ ചെയ്താലെന്താ, നന്ദിയില്ലാത്ത ജന്തു? സോവർബെറിയുടെ ഭാര്യ ചോദിച്ചു. അവൾക്കത് വേണം. അമ്മയെപ്പറ്റി അങ്ങനെ പറയരുത്, ഒലിവർ പറഞ്ഞു. സോവർബെറി അവന് ഒരൊറ്റടി വെച്ചു കൊടുത്തു. ബമ്പിളിന് വരെ തോന്നിപ്പോയി അത് വേണ്ടായിരുന്നെന്ന്. ഒലിവർ അപ്പോൾ തന്നെ ഒരു കഷ്ണം ബ്രെഡുമായി ആ ശവപ്പെട്ടിമുറിയിലെ കിടക്കയിലേക്ക് തള്ളപ്പെട്ടു. അവൻ പടികൾ കയറുമ്പോൾ ഷാർലറ്റും നവ്വയും സോവർബെറിയുടെ ഭാര്യയും പരിഹാസ വാക്കുകൾ പറയുകയും ഉറക്കെ ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മേശയ്ക്കടിയിലെ കിടക്കയിൽ ചുരുണ്ട് കിടന്ന് ഒലിവർ അവൻ്റെ സങ്കടം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു. അവൻ കുറേ നേരം കരഞ്ഞു. മരിച്ച് ചുറ്റുമിരിക്കുന്ന ആ ശവപ്പെട്ടികളിൽ ഒന്നിൽ തന്നെ അടക്കിയിരുന്നെങ്കിൽ എന്നവൻ വല്ലാതെ ആഗ്രഹിച്ചു. കുറേ കഴിഞ്ഞ് അവൻ കരച്ചിൽ നിർത്തി കണ്ണുകൾ തുടച്ചു. അവിടെ നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചു. ആകാശത്ത് പുലരിയുടെ സ്വർണ്ണവർണ്ണവും ചുവപ്പും കലരാൻ തുടങ്ങിയപ്പോഴേ ഒലിവർ ഉണർന്നു. അവന് സ്വന്തമായുള്ള ചുരുക്കം ചില സാധനങ്ങളും തലേന്ന് അത്താഴത്തിന് കിട്ടിയ ബ്രെഡും പൊതിഞ്ഞെടുത്തു. കടയുടെ വാതിൽ പതിയെ തുറന്ന് ഇടത്തോട്ടും വലത്തോട്ടും നോക്കി. ഒരു ഈച്ച പോലും പറക്കുന്നില്ല. പുറത്തിറങ്ങി വേഗം നടന്നു. അഗതി മന്ദിരം കടന്നുപോയപ്പോൾ അവൻ ബമ്പിളിൻ്റെ അടിയും തൊഴിയുമൊക്കെ ഓർത്തു. മിസ്സിസ് മാനിൻ്റെ ഒപ്പം താമസിച്ചിരുന്ന വീടും കടന്ന് അവൻ നടന്നു. അവൻ്റെ നെഞ്ച് പടപടാന്നിരിക്കുന്നുണ്ടായിരുന്നു. അവനും ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഡിക്കിനെ കാണണമെന്നുണ്ടായിരുന്നു. ഡിക്കും അവനെപ്പോലെ തന്നെ ഒരു അനാഥനായിരുന്നു. ഭാഗ്യത്തിന് അവൻ പൂന്തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഡിക്ക്, ഒലിവർ പതുക്കെ വിളിച്ചു. ഡാ, ഇത് ഞാനാ, ഒലിവർ. ഡിക്ക് അവൻ്റെ വിളറിയ മുഖം തിരിച്ചു നോക്കിയിട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഹായ് ഒലിവർ. ഡിക്കിന് സന്തോഷമായി. ശിഷ്, പതുക്കെ, ആരും കേൾക്കല്ലേ, ചുണ്ടത്ത് ഒരു വിരലമർത്തിക്കൊണ്ട് ഒലിവർ പറഞ്ഞു. ഡിക്ക്, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാടാ. അവിടെ നിന്ന് എനിക്ക് മടുത്തു. അവരെന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു. ഞാൻ ദൂരെ എവിടേക്കെങ്കിലും ഓടിപ്പോവാ. ഞാൻ നിന്നോട് യാത്ര പറയാൻ വന്നതാ. അല്ല, നീ എന്താ ഇങ്ങനെ വിളറിയിരിക്കുന്നത്? ഡോക്ടർ പറയുന്നത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു. ഞാൻ മരിക്കാറായത്രേ. എനിക്ക് സങ്കടമൊന്നുമില്ല. സ്വർഗത്തിൽ എനിക്ക് നല്ല സുഖമായിരിക്കും. എൻ്റെ ചുറ്റും നല്ല മനുഷ്യരായിരിക്കും. ഒന്നുമില്ല, നിനക്ക് വേഗം സുഖാവും ഡിക്ക്. ഒലിവർ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഞാൻ നിന്നെ കാണാൻ വരാട്ടോ. ശരിടാ, പോയിട്ട് വാ. ദൈവം നിന്നെ കാക്കട്ടെ. ആ പാവം ഗേറ്റിൽ പിടിച്ചു കയറി ഒലിവറിൻ്റെ കഴുത്തിൽ കൈ കൊണ്ട് ചുറ്റിയിട്ട് പറഞ്ഞു. അടുത്ത കുറച്ചു മാസങ്ങളിൽ അവൻ അനുഭവിച്ച പീഡനങ്ങളിലും പരീക്ഷണങ്ങളിലുമെല്ലാം അവൻ ആ അനുഗ്രഹം ഓർത്തുവെച്ചു. അത് നൽകിയത് ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ കൂടെ. ഒലിവർ ആദ്യത്തെ ഏതാനും മൈലുകൾ വേലികൾക്കും മറകൾക്കും പിന്നിലൂടെ ഒളിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അഗതി മന്ദിരത്തിലെ ആരെങ്കിലും അവനെ തിരക്കി ഇറങ്ങിയിരിക്കുമോ എന്നവൻ ഭയപ്പെട്ടു. ഒരു 5 മൈൽ കഴിഞ്ഞ് അവൻ ഒരു മയിൽക്കുറ്റിയുടെ പുറത്ത് ഇരിപ്പുറപ്പിച്ചു. അവൻ്റെ കയ്യിൽ ഒരു പരുക്കൻ ഷർട്ടും കീറിപ്പറഞ്ഞ ഒരു ജോഡി സോക്സുമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരിക്കൽ നല്ലൊരു മൗനിയായി നിന്നതിൽ സോവർബെറി അവന് സമ്മാനമായി കൊടുത്ത ഒരു പെന്നിയും. അവൻ താഴെ മയിൽക്കുറ്റി നോക്കി. ലണ്ടൻ 70 മൈൽ ദൂരത്താണെന്ന് അതിൽ എഴുതിയിരുന്നു. ലണ്ടൻ.
അങ്ങോട്ട് പോകണോ? അവിടെ എത്തിയാൽ എന്തു ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. പക്ഷേ അഗതി മന്ദിരത്തിലെ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ നഗരത്തിൽ ആരും പട്ടിണി കിടക്കില്ലെന്ന്. അപ്പോൾ ലണ്ടനിലേക്ക് തന്നെ പോകാം. ഒലിവർ നടത്തം തുടർന്നു. അന്നവൻ 20 മൈൽ യാത്ര ചെയ്തു. അന്ന് രാത്രി അവൻ്റെ കാലൊക്കെ വിണ്ടുകീറി. തളർന്നു വിശന്ന് അവശനായി. അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു പെന്നി കൊടുത്ത് ഒരു ബ്രെഡ് വാങ്ങിയിരുന്നു. ഇടയ്ക്ക് ഭക്ഷണത്തിനായി ഇരുന്ന് നോക്കിയെങ്കിലും എല്ലാവരും ആട്ടിയോടിച്ചു. ചില നഗരങ്ങളിൽ ഭിക്ഷയെടുത്താൽ അവരെ തുറുങ്കിലടയ്ക്കുമെന്ന് നോട്ടീസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഒരു മതിലിൻ്റെ താഴെ തണുക്കാതിരിക്കാൻ ചുരുണ്ടുകൂടി കിടന്നു. അവൻ നല്ല ഉറക്കം പിടിച്ചുവെങ്കിലും പെട്ടെന്ന് തണുത്തു മരവിച്ച് എഴുന്നേറ്റു. അവൻ ഇതുവരെ തോന്നാത്തത്ര വിശപ്പ് തോന്നി. അവനും അവൻ്റെ അമ്മയെപ്പോലെ തെരുവിൽ കിടന്ന് മരിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു ചുങ്കപ്പിരിവുകാരനും ഭാര്യയും അവനെ കാണുന്നത്. അയാൾ അവനൊരു കെട്ട് ബ്രെഡും ചീസും കൊടുത്തു. ആ വൃദ്ധയും അവനെ പരിപാലിച്ചു. അവനെ കണ്ടപ്പോൾ അവർക്കൊരു കപ്പൽ അപകടത്തിൽ നഷ്ടപ്പെട്ട അവരുടെ കൊച്ചുമകനെ ഓർമ്മ വന്നു. യാത്ര തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒലിവർ ബാർനെറ്റ് എന്ന നഗരത്തിലെത്തി. അപ്പോഴേക്കും അവൻ തളർന്ന് കാലുകൾ ചോരയൊലിച്ചുകൊണ്ടിരുന്നു. ഒരു അടഞ്ഞ കടയുടെ പടികളിലിരുന്ന് അവൻ ചുറ്റും നോക്കി. നഗരം ഉണർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ചിലരെല്ലാം അവനെ തുറിച്ചു നോക്കി. എന്നാൽ ആരും അവനോടൊരു വാക്കും മിണ്ടിയില്ല. വണ്ടികൾ ഓടിക്കൊണ്ടിരുന്നു. താൻ ഒരാഴ്ച കൊണ്ട് താണ്ടിയ ദൂരം ഇവ മണിക്കൂറുകൾ കൊണ്ട് ഓടിത്തീർക്കുമല്ലോ എന്നവൻ ഓർത്തു. എതിരെയുള്ള തെരുവിൽ നിന്ന് ഒരുതരം വേഷമണിഞ്ഞ ഒരു പയ്യൻ അവനെ തുറിച്ചു നോക്കുന്നത് അവൻ കണ്ടു. അവൻ ഒലിവറിനേക്കാൾ അല്പം മുതിർന്നതായിരുന്നു. കണ്ണുകളിടുങ്ങി തൻ്റെ ഇടമുള്ള മുഖമാവുള്ള ഒരു സാധാരണ പയ്യൻ. എന്നാൽ അവൻ്റെ വേഷം ഒരു മുതിർന്ന ആളുടേതായിരുന്നു. അവൻ ഒരു നീണ്ട കോട്ടും ഉയർന്ന തൊപ്പിയും അണിഞ്ഞിരുന്നു. ആ തൊപ്പി അവൻ്റെ നെറ്റിയിലേക്ക് ഊർന്നു വരുമ്പോഴെല്ലാം അവൻ തലയനക്കി അത് നേരെയാക്കി. ഒലിവർ അവനെ നോക്കുന്നത് കണ്ടപ്പോൾ അവൻ അടുത്തേക്ക് വന്നു. ഹലോ സുഹൃത്തെ, എന്തൊക്കെയുണ്ട്? അവൻ വലിയ ഗൗരവത്തോടെ ചോദിച്ചു. കൈയെല്ലാം പോക്കറ്റിലിട്ട് വലിയ ഗമ്മയിലാണ് നിൽപ്പ്. ഞാൻ 7 ദിവസമായി നടപ്പ് തന്നെയായിരുന്നു. ലണ്ടനിലേക്ക് പോവുകയാണ്, ഒലിവർ ഉത്തരം പറഞ്ഞു. 7 ദിവസമോ? അവിടെ ആരെങ്കിലും അറിയോ? ഇല്ല. കയ്യിൽ പണമുണ്ടോ? ഇല്ല. പയ്യൻ അത്ഭുതത്തോടെ ചൂളമടിച്ചു. വിശക്കുന്നുണ്ടോ? ഉവ്. ശരി, വാ, എണീക്ക്, നമുക്കെന്തെങ്കിലും തിന്നാം. എനിക്കും വിശക്കുന്നുണ്ട്. ഒലിവറിനെ വലിച്ചെഴുന്നേൽപ്പിച്ച് പയ്യൻ അവൻ്റെ പേര് ജാക്ക് ഡാവ്കിൻസ് എന്നാണെന്ന് പറഞ്ഞു ഒരു കടയിൽ കൊണ്ടുപോയി ഒരു സാൻഡ്വിച്ച് വാങ്ങിക്കൊടുത്തു. പിന്നെ ഒരു പബ്ബിൽ കയറി ഒരു വലിയ കപ്പ് ബിയർ ഓർഡർ ചെയ്തു. മേശയ്ക്കരികിലിരുന്ന് ഒലിവറിനോട് ഇതെല്ലാം കഴിക്കാൻ പറഞ്ഞു. ഒലിവർ കാരുണ്യം നിറഞ്ഞ ആ ഭക്ഷണമെല്ലാം വാരി വിഴുങ്ങി കഴിഞ്ഞപ്പോൾ ഡാവ്കിൻസ് അവന് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. നിനക്ക് രാത്രിയിൽ കിടക്കാൻ ഇടമുണ്ടോ? ഇല്ല, ഞാൻ കിടക്കയിലൊക്കെ കിടന്നിട്ട് ഒരാഴ്ചയായി. സാരമില്ല, എനിക്ക് ലണ്ടനിൽ സൗജന്യമായി താമസവും ഭക്ഷണവും തരുന്ന നല്ലൊരു മനുഷ്യനെ അറിയാം. ഒലിവർ ഒന്ന് ഞെട്ടി. ശരിക്കും? നീ അയാളോടൊപ്പമാണോ താമസിക്കുന്നത്? അതെ, ഡാവ്കിൻസ് പറഞ്ഞു. എൻ്റെ ഒപ്പം വരൂ, ഞാൻ നിന്നെ അവിടെയാക്കാം. ഒലിവർ അവൻ്റെ ഒപ്പം പോകാനായി തയ്യാറായി. ജാക്കിൻ്റെ രൂപവും ഭാവവും ഒന്നും ഒലിവറിനത്ര തൃപ്തിയായി തോന്നിയില്ല. ഡാവ്കിൻസിൻ്റെ ഈ സ്വഭാവത്തിന് ആ മാന്യനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലായിരിക്കും. അയാൾ ചിലപ്പോൾ ഡാവ്കിൻസിന് വലിയ അഭിമാനത്തോടെ പറയുന്ന തൻ്റെ ഇരട്ടപ്പേരായ ആർട്ട്ഫുൾ ഡോഡ്ജർ എന്നൊക്കെ കേട്ട് ആകെ കുഴങ്ങിയിരിക്കുകയായിരിക്കും. അവൻ്റെ പുതിയ കൂട്ടുകാരന് രാത്രിയായാൽ മാത്രമേ നഗരത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനാൽ 11 മണി കഴിഞ്ഞപ്പോഴാണ് അവൻ മഹാനഗരത്തിലെത്തിയത്. തന്ത്രശാലി ഒലിവറിനെ കൂട്ടിക്കൊണ്ടുപോയ നിരത്തുകൾ അഴുക്കും പഴക്കമേറിയതുമായിരുന്നു. കള്ളുകുടിയന്മാർ, വെറുപ്പിക്കുന്ന സ്ത്രീകൾ, കാർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ചെളിയിൽ കൂത്താടുന്ന കുട്ടികൾ എന്നിവരെയൊക്കെ കണ്ടുകൊണ്ടാണ് നിരത്തുകൾ നിറഞ്ഞിരുന്നു. ഫീൽഡ് ലൈനിൽ അടുത്തതായി ഗ്രേറ്റ് സാഫ്രൺ കുന്നിൻ്റെ കീഴിലുള്ള ഒരു വീടിൻ്റെ മുന്നിൽ അവർ നിന്നു. അവിടേക്ക് ഒളിച്ചു കയറണമോ എന്നോർത്ത് ഒലിവർ ആദ്യം വിസമ്മതിച്ചു കൊണ്ട് നിന്നു. എന്നാൽ ഡോഡ്ജർ അവനെ പിടിച്ചു വലിച്ച് ഒരു ഇരുണ്ട ചെളി പിടിച്ച വഴിയിലേക്കിട്ടു. എന്നിട്ട് പുറകിൽ വാതിലടച്ചു. ആരാവിടെ? ഡോഡ്ജർ ചൂടം വിളിച്ചപ്പോൾ മറുപടിയായി കേട്ടത് ഒരു ചോദ്യമാണ്. ഒരു മനുഷ്യൻ അവളുടെ അറ്റത്ത് കത്തിച്ച മെഴുകുതിരിയുമായി പ്രത്യക്ഷപ്പെട്ടു. ഒടിഞ്ഞു തൂങ്ങിയ പടിക്കെട്ടുകൾ കയറി ഒരു അടുക്കളയെന്ന് തോന്നിക്കുന്ന സ്ഥലമെത്തി. പ്ലമ്മിയും സ്ലാമും, തന്ത്രശാലി മറുപടി പറഞ്ഞു. അത് മിക്കവാറും ഒരു ഗൂഢഭാഷയായിരിക്കണം. ആരാ കൂടെയുള്ളത്? ഒരു കൂട്ടുകാരൻ. അവനെവിടുന്ന? ഗ്രീൻലാൻഡിൽ നിന്ന്. ഫാഗിൻ മുകളിലാണോ? തൂവാലകൾ തരംതിരിക്കുന്നു, വേഗം അങ്ങോട്ട് ചെല്ല്. അതും പറഞ്ഞ് ആ മനുഷ്യൻ കോണിപ്പടിയുടെ അടിയിലേക്ക് ഊളിയിട്ടു. തന്ത്രശാലി ആ ഒടിഞ്ഞു തൂങ്ങിയ കോണിപ്പടികളിലൂടെ ഒരു കൈയിൽ ഒലിവറിനെയും പിടിച്ച് മുകളിലേക്ക് കയറി തുടർന്നു. മുകളിൽ കാലപ്പഴക്കം കൊണ്ട് കറുത്തു ചെളി പിടിച്ച ഒരു വലിയ മുറി ഒലിവർ കണ്ടു. ഒരു മൂലയ്ക്കലായി തീയെരിയുന്നു. അതിനു മുൻപിൽ ഒരു മേശമേൽ കത്തിച്ചു വെച്ച മെഴുകുതിരി, ഒരു കെട്ട് ബ്രെഡും ഒരു പ്ലേറ്റിൽ വെണ്ണയും. കസേരയിൽ തന്ത്രശാലിയുടെ അതേ പ്രായമുള്ള 4 കുട്ടികൾ ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു.
അവർ കളിമണ്ണിൻ്റെ നീണ്ട കുഴൽ കൊണ്ട് പുകവലിച്ചുകൊണ്ടും വലിയ ആളുകളുടെ ഭാവത്തോടെ കള്ളു കുടിച്ചുകൊണ്ടും ഇരുന്നു. നിലത്ത് ഒരു വശത്തായി ചാക്കുകൊണ്ടുള്ള പരുക്കൻ കിടക്കകൾ കണ്ടു. തീയിൻ്റെ അടുത്തായി വളരെ വയസ്സായി തൊലിയൊക്കെ ചുക്കിക്കുളഞ്ഞ ഒരു ജൂതൻ മുഷിഞ്ഞ കോട്ടും ധരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. തീക്ക് മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന സോസേജുകൾ പാകം ചെയ്യുകയായിരുന്നു അയാൾ. 2 കുട്ടികൾ കയറി വന്നപ്പോൾ ആ ജൂതൻ തിരിഞ്ഞു നോക്കി. അയാൾക്കൊരു ക്രൂരമുഖവും അതിനു മുകളിൽ ഒട്ടുന്ന ജട കെട്ടിയ ചുവന്ന മുടിയുമൊക്കെയുള്ളത് ഒലിവർ കണ്ടു. അയാളുടെ ശ്രദ്ധ സോസേജിലും പട്ടുതുവാലകൾ തൂക്കിയിട്ടിരിക്കുന്ന സ്റ്റാൻഡിലും മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. ഡോഡ്ജർ അയാൾക്കടുത്ത് ചെന്ന് എന്തോ പിറുപിറുത്തു. മറ്റു കുട്ടികൾ ഒലിവറിന് ചുറ്റും കൂടി. ഫാഗിൻ, ഇത് ഒലിവർ ട്വിസ്റ്റ്, എൻ്റെ പുതിയ ചങ്ങാതി, ഡോഡ്ജർ പറഞ്ഞു. ജൂതൻ ചിരിച്ചുകൊണ്ട് കുമ്പിട്ടു. കണ്ടതിൽ വളരെ സന്തോഷം ഒലിവർ, വളരെ സന്തോഷം. നിനക്കിവിടെ താമസിക്കാം, അയാൾ പറഞ്ഞു. കുട്ടികളെ, ഒലിവറിനായി തീയിൻ്റെ അടുത്തൊരു സ്റ്റൂൾ നീക്കിയിടൂ. പുകവലിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഒലിവറിൻ്റെ കൈ പിടിച്ച് കുലുക്കി. വസ്ത്രങ്ങളൊക്കെ ഒന്ന് തൊട്ടു. ഒരാൾ തൊപ്പിയൂരി വാങ്ങി എവിടേക്കോ തൂക്കിയിട്ടു. ഒരാൾക്കിഷ്ടം അവൻ്റെ ബാണ്ടക്കെട്ടായിരുന്നു. മൂന്നാമതൊരുവൻ പിന്നെ ഒലിവറിന് ബുദ്ധിമുട്ടാവാതിരിക്കാൻ കീശയൊക്കെ പരിശോധിച്ചു. ഫാഗിൻ ചുടാനുപയോഗിക്കുന്ന കരണ്ടി കൊണ്ട് തല്ലാൻ ഒരുങ്ങിയപ്പോൾ അവർ ചിതറിത്തെറിച്ചു. ഒലിവർ കൈത്തൂവാലകൾ നോക്കുന്നത് ഫാഗിൻ ശ്രദ്ധിച്ചു. നീ തൂവാലകൾ നോക്കുകയാണോ? അതെല്ലാം തിരുമ്മിത്തോരാനായിട്ടിരിക്കുക. ഹഹ, അയാൾ ചിരിച്ചു. കുട്ടികൾ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഇതിലത്ര തമാശയൊന്നും ഒലിവർ കണ്ടില്ല. പക്ഷേ വയസ്സിൻ്റെ കോമളത്വം കണ്ട് അവനൊന്ന് ചിരിച്ചു. ബാ ഒലിവർ, അത്താഴത്തിന് സമയമായി, ഫാഗിൻ പറഞ്ഞു. ഹൃദ്യമായ ഭക്ഷണത്തിന് ശേഷം ചൂടുള്ള ജിന്നും വെള്ളവും ഒലിവറിന് ലഭിച്ചു. അവനത് ഉറക്കം തൂങ്ങിക്കൊണ്ട് കുടിച്ചു. അവനാരോ അവനെ പൊക്കിയെടുത്ത് ചാക്കുകിടക്കയിലേക്ക് ഇടുന്നത് പോലെ തോന്നി. നല്ലൊരു ഉറക്കത്തിലേക്ക് അവൻ കൂപ്പുകുത്തി.